ഹലോ ഗൈസ്, കാന്താരിക്കുട്ടിയാണേ. ഇന്നത്തെ പരിപാടി എന്നറിയോ? കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ട് അടമാങ്ങ അഥവാ ഉണക്കമാങ്ങയുടെ അച്ചാറ് റെഡി ആയിട്ടാ. മാങ്ങാക്കലല്ല, പക്ഷെ നമ്മളെ കാന്താരിസിന്റെ കിച്ചണില് എപ്പോഴും അടമാങ്ങ അച്ചാറ് അവൈലബിൾ ആണ്. ബീഫ് അച്ചാർ ഉണ്ടാക്കണ കഴിഞ്ഞ വീഡിയോയില് നമ്മുടെ ബോഡി ഷെയിമിനെ പറ്റി ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുകയും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്തുട്ടാ. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നമ്മളെ മനസ്സിലാക്കുന്നതിൽ. അതിനുശേഷം അടുത്ത വീഡിയോക്ക് ഇത്രയും ഗ്യാപ്പ് വന്നത് ആസ്മ പിടിച്ച സൈഡായി പോയി ഗൈസ്. അതുകൊണ്ടാണ് കേട്ടോ. ഒന്ന് റീചാർജ് ഒക്കെ ചെയ്ത് വർക്ക്ഷോപ്പിലൊക്കെ കയറി മനുഷ്യ പിന്നെയും കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. ദേ നമ്മള് മാർച്ച് ഏപ്രിലില് അടിപൊളിയായിട്ട് വെയിലത്ത് ഉണക്കി വെച്ചിരുന്ന ഉണക്കമാങ്ങില്ലേ, അതിപ്പോ ബാച്ചായിട്ട് നമ്മൾ അച്ചാറിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അതായത് നമ്മുടെ സീസൺ ഔട്ട് ആയാലും നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള അടമാങ്ങ അച്ചാർ അഥവാ ഉണക്കമാങ്ങ അച്ചാർ അവൈലബിൾ ആയിരിക്കും. കാന്താരിസിന്റെ സ്പെഷ്യൽ കൂട്ടാണ്. നമ്മുടെയൊക്കെ ബാല്യങ്ങളിൽ ഒരു മാങ്ങാക്കാലം ഇല്ലാത്തൊരു ഓർമ്മ ഉണ്ടാവില്ല അല്ലേ? ഈ മാങ്ങ നമ്മള് വെയിലത്ത് വാട്ടി ഉപ്പും കൂട്ടിയൊക്കെ കഴിക്കണതും, നമ്മുടെ അമ്മമാരൊക്കെ മാങ്ങാക്കാലായ ചെത്തുമാങ്ങ മുതൽ കുനുകുന എരിഞ്ഞിട്ട് മുതൽ പല ടൈപ്പിലുള്ള അച്ചാറുകളും, ഇതൊക്കെയാണ് എൻ്റെ മാങ്ങ ഓർമ്മകൾ കേട്ടാ. അപ്പൊ നിങ്ങളുടെ ബാല്യകാലത്തിലുള്ള മാങ്ങ ഓർമ്മകളും താഴെ കമന്റ് ആയിട്ട് ഇട്ടോളൂട്ടാ. ആരുടെ കമന്റാണ് അടിപൊളി നോക്കട്ടെ ഞാൻ. ഓണം വെക്കേഷന് വിദേശത്തു നിന്നൊക്കെ വന്നവരൊക്കെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് എനിക്കിതേ ഉണക്കമാങ്ങ അച്ചാറിന് നല്ല ഓർഡേഴ്സ് ആണ് കേട്ടാ. അതായത് നിൽക്കാനും ഇരിക്കാനും നേരമില്ല. മറ്റുള്ളതൊക്കെ ഉണ്ടാക്കുന്നതിന്റെ കൂട്ടത്തില് ഉണക്കമാങ്ങ അച്ചാറിന്റെ പിന്നാലെയാണ് കാന്താരിക്കുട്ടി പോ. നല്ല വേനൽക്കാലം ആൾക്കാരൊക്കെ ഈ വെയിലിനെ പ്രാവും. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെയിലടിച്ച് കറുത്താലും വേണ്ടിയില്ല. എനിക്ക് മാങ്ങാക്കാലം ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയോ, ഞങ്ങളെല്ലാ സ്റ്റാഫുകളും കാന്താരിസിലെ സ്റ്റാഫുകളെല്ലാവരും എൻ്റെ ഉമ്മച്ചി വാപ്പച്ചി എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് മാങ്ങ അരിഞ്ഞിട്ട് ഞങ്ങൾ ഉണക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നല്ല രസമാണ് ആ ഇരിപ്പ്, ചായ കുടി, ആ പണിയുടെ ഇടയിൽ കൂടിയുള്ള സംസാരങ്ങൾ നല്ല രസമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകാറ്. അപ്പം അത് ഒരു വൈബ് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് മാങ്ങ ഉണക്കണ സമയം ഭയങ്കര ഇഷ്ടമാണ്. അച്ചാറ് പെട്ടെന്നാവുമെങ്കിലും മാങ്ങ ഉണക്കാനുള്ള ആ പ്രോസസ്സില്ലേ, വലിയ പണിക്ക് ശേഷമുള്ള ചെറിയ പണിയാണ് കൊല്ലം മുഴുവനുള്ള ഈ മാങ്ങച്ചാറിടല്, ഉണക്കമാങ്ങ അച്ചാറിടല്. കാരണം മാങ്ങ ഉണക്കണേ അത്രയും പണിയൊന്നും ഈ മാങ്ങ അച്ചാറാക്കാനില്ല. എന്തൊരു ഡിഷിന്റെ കൂടെയും, അതായത് ഏത് ഡിഷും ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് വിഭവം ആയിക്കോട്ടെ, എന്തിന്റെ കൂടെയും ഇത്രയും രീതിയിൽ ചേർന്ന് പോകുന്ന ഒരു അച്ചാർ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഉണക്കമാങ്ങ അച്ചാർ എന്തിന്റെ കൂടെയും കഴിക്കാൻ പറ്റും. എന്തിനാണ് പറയുന്നത്, മീൻകറിയുടെ കൂടെ വരെ ഞാൻ കഴിക്കാറുണ്ട് ഗൈസ്. എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ഇഷ്ടമുള്ള അച്ചാറാണ് ഉണക്കമാങ്ങ അച്ചാർ. അതായത് നല്ല അടിപൊളി പഴഞ്ചോറ് അല്ലെങ്കിൽ പഴങ്കഞ്ഞി, തൈര്, ഉണക്കമാങ്ങ അച്ചാറും കൂടി ഞെരടിയിട്ട് രാവിലെ ഒരു കഞ്ഞി കുടിച്ചാൽ പിന്നെ അന്നത്തെ ദിവസം മുഴുവനും വേറെ ഒന്നും വേണ്ട എന്നാണ് എനിക്ക് തോന്നാറ്. ഇനി ഇതിന്റെ താഴത്തെ വെറുതെ അല്ല ചേച്ചി വണ്ണം വെക്കണത്, പഴഞ്ചോറ് കഴിച്ചിട്ടാണ് വണ്ണം വെക്കണതെന്നൊന്നും പറയരുതിട്ടാ. ഡെയിലി പഴഞ്ചോറ് കഴിക്കാറൊന്നുമില്ല, ഒരു ഇതിന് വേണ്ടി പറയണാണ്.